ഇസ്ലാമിക ഭീകര സംഘടനയായ PDPയുമായി CPM ധാരണ. PDP പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. PDPയുടെ പഴയ നിലപാടല്ല ഇപ്പോഴത്തേത് എന്നും അത് മദനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ബേബിയുടെ ന്യായീകരണം. ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ശ്രീ മദനിയും അത്തരം നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ശ്രീ മദനി തന്നെ പിന്നീട് വ്യക്തമാക്കി തൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ഒരു പങ്കുമില്ലാത്ത സംഭവങ്ങളിൽ അദ്ദേഹം പങ്കാളിയാണെന്ന് കൃത്രിമമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി രേഖകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ എടുത്തിരുന്ന നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDPയുടെ സമീപനത്തിലുമുണ്ട്. പക്ഷേ അത് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അബ്ദുൽ നാസർ മദനിയുടെ വാക്കുകളെയും ഉയർത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് MA ബേബിയുടെ ന്യായീകരണം എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാം. എന്തായാലും PDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം CPMന് നിലവിൽ ഇല്ല. അത്രത്തോളം ജനവിരുദ്ധ വികാരം നേരിടുകയാണ് പാർട്ടി. എന്തായാലും PDPയുമായി CPM ഇതിനോടകം തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് MA ബേബിയുടെ വാക്കുകൾ. തീർച്ചയായും രാഗി, അതുതന്നെയാണ് MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. PDPയുടെ മുൻ നിലപാടുകളെയൊക്കെ തന്നെ വെള്ളപൂശിക്കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു നിലപാടല്ല അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളപൂശാനുള്ള ഒരു ശ്രമം ഈ MA ബേബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. PDP പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, മുൻ നിലപാടല്ല PDPക്ക് ഇപ്പോഴുള്ളത്, അത് മദനി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും MA ബേബി കണ്ണൂരിൽ പറയുകയുണ്ടായി. നമുക്കറിയാം, നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം PDPയുടെ നേതാവായ അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ടതടക്കം നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ ഈ PDPയുടെ തീവ്ര നിലപാടുകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുകയും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവർ വിശുദ്ധരാണെന്നൊരു നിലപാടാണ് CPMന്റെ നേതാക്കന്മാർ തന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. മാത്രമല്ല, PDPയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അവരുടെയും വോട്ട് വാങ്ങുമെന്നൊരു നിലപാട് തന്നെ ഇപ്പോഴും CPM നേതൃത്വം സ്വീകരിക്കുന്നു എന്നത് വേണം ഇപ്പോൾ CPMന്റെ ദേശീയ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന രീതിയിൽ തന്നെയാണ് MA ബേബിയുടെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മിഥുൻ, ഇന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു SDPAയുമായി CPM ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. അതിന് അദ്ദേഹം വല്ലാതെ പ്രകോപിതനായി മാധ്യമങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നുള്ള ഒരു പ്രതികരണമാണ് തിരിച്ച് നടത്തിയത്. അതായത് മുഖ്യമന്ത്രി ഒരു വശത്ത് SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. അതായത് ഞങ്ങൾ എല്ലാവരുമായി, അതിനിപ്പോൾ മതഭീകര സംഘടനകളായാലും കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരുമായി കൈകോർക്കുന്നു, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനൊരിക്കൽ കൂടി അടിവരയിടുകയാണ് MA ബേബിയും. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ പോരെ? തീർച്ചയായും SDPAയുമായി അടക്കം നമുക്കറിയാം, മങ്കട അടക്കമുള്ള സ്ഥലങ്ങളിൽ SDPA LDFന് പരസ്യമായി പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ പിന്തുണയെ അവരുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദികളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ പോലും CPM നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആരുടെ വോട്ട് വാങ്ങിയായാലും എങ്ങനെയും അധികാരത്തിലെത്തുക എന്നൊരു നിലവാരത്തിലേക്ക് അവർ മാറി എന്ന് വേണം ഓരോ നേതാക്കന്മാരുടെയും പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ PDP പിന്തുണ അറിയിച്ചിട്ടും അതിനെ തള്ളിപ്പറയാൻ പോലും CPM നേതൃത്വം തയ്യാറായില്ല. അവരുടെ വോട്ട് വാങ്ങിയായാലും അധികാരത്തിൽ എത്തുക എന്നൊരു നിലപാടിലേക്ക് അവർ മാറി എന്ന് തന്നെയാണ് ഈ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അതേ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CPMന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. രാഖി, ശരി, PDPയുമായും CPM ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ നൽകുകയാണ് MA ബേബി.